ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു 10x10 ഇഞ്ച് വുഡൻ ഫ്രെയിമിൽ വരമാല പ്രിസർവേഷനാണ് കാണിച്ചിരുന്നത്. ഇതിൽ നമുക്ക് വുഡൻ ഫ്രെയിമാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് അക്രിലിക് ഷീറ്റാണ് ഉണ്ടാവാറ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സെല്ലോ ടാപ്പ് എടുത്തതിന് ശേഷം നമ്മൾ 4 കോർണറിലും ഇത് ഒട്ടിച്ചു കൊടുക്കുക. അതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സൈഡിൽ കൂടെ റെസിൻ ഇങ്ങനെ ലീക്ക് ആവാതിരിക്കാൻ വേണ്ടി നമ്മളൊരു പ്രൊട്ടക്ഷന് വേണ്ടി നമ്മളിങ്ങനെ സെല്ലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം അകത്ത് ഡസ്റ്റൊക്കെ നമ്മൾ സെല്ലോ ടാപ്പ് വെച്ചൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിസർവ് ചെയ്യാൻ പോകുന്നത് ഈ വരമാലയും ബൊക്കെയാണ്. നമ്മൾ ഇത് ഓൾറെഡി ഡ്രൈ ആയിട്ട് കിട്ടിയ ഫ്ലവേഴ്സ് ആയതുകൊണ്ട് നമ്മൾ 2 ദിവസം മാത്രമേ ഇത് സിലിക്ക സാൻഡിൽ വെച്ചിട്ടുള്ളൂ. നമുക്ക് ഒട്ടും ഡ്രൈ ആവാതെ ഫ്രഷ് ഫ്ലവറാണ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 1 വീക്ക് സിലിക്ക സാൻഡിൽ വെച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ റെസിനിൽ യൂസ് ചെയ്യാം. അങ്ങനെ ഞാൻ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മൾ റെസിൻ മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ റെസിൻ pour ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതേപോലത്തെ 2 കപ്പ് റെസിനാണ് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒരുമിച്ച് നമ്മൾ മൊത്തം ഫില്ല് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൽ റിയാക്ഷൻ ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഹീറ്റ് ചെയ്താൽ നന്നായിട്ട് നമ്മളെ ഫ്രെയിം ചൂടാവും, അതേപോലെ നമ്മളെ റെസിൻ ഡ്രൈ ആവാതെ വരും, അങ്ങനെ സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ ഒറ്റയടിക്കായി ഒഴിച്ചു കൊടുക്കാതെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ ഡ്രൈ ആക്കാൻ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഞാനത് സാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. സാൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ സാൻഡ് ചെയ്തതല്ല, ഇത് ഒരു ഫാബ്രിക്കേഷൻ കടയിൽ കൊണ്ട് കൊടുത്ത് അവർ സാൻഡ് ചെയ്ത് തന്നതാണിത്. അപ്പോൾ നമുക്ക് മെഷീൻ വെച്ച് സാൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇതിലേക്ക് ഫോട്ടോസും ഡേറ്റും പേരും ഒട്ടിച്ചു കൊടുക്കുക. ഫോട്ടോസ് ഒട്ടിക്കുമ്പോൾ ഡബിൾ ടാപ്പാണ് യൂസ് ചെയ്യാറ്. ഇത് വിനൈൽ സ്റ്റിക്കറാണ്, അല്ലെങ്കിൽ റെസിൻ സ്റ്റിക്കർ എന്ന് പറയും. ഈ നമ്മൾ സ്റ്റിക്കർ ഷോപ്പിൽ പോയിട്ട് റെസിൻ സ്റ്റിക്കർ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഈ സ്റ്റിക്കറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡൗട്ടുള്ളവർ അതൊന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നും കൂടി റെസിൻ ഫില്ല് ചെയ്ത് കൊടുക്കാം. ടോപ്പ് കോട്ടായിട്ട് നമുക്ക് ഈ റെസിൻ ഒന്നും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാൻഡ് ചെയ്തതിന് ശേഷം ടോപ്പ് കോട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസ് കിട്ടും, നല്ല ക്ലിയർ ആയിട്ടുള്ള സർഫേസ് കിട്ടും. അതിനുശേഷം ഞാൻ കുറച്ച് പേൾസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളിനി ഒരു 1 ഡേ ഒക്കെ വെച്ചതിന് ശേഷം നമ്മൾ ഡ്രൈ ആയാൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ഫ്രെയിം. അപ്പോൾ ഈ ഫ്രെയിം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ, അറിയാവുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഫ്രെയിം ഇഷ്ടപ്പെട്ടാൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.